ഹായ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നൈറ്റിക്കും ഒക്കെ നമ്മൾ സിബ് വെക്കുമല്ലോ, അതെങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കഴുത്ത് നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് കഴുത്തിൻ്റെ സെൻറ്റർ കണ്ടെടുത്താം. അത് ചെസ്റ്റിൽ നിന്ന് അളവെടുത്താൽ മാത്രം മതി, അതിൻ്റെ സെൻറ്റർ എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എത്രയാണ് നമ്മുടെ സിബ് വേണ്ടത്, എത്ര നീളത്തിലാണ് സിബ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് സിബ് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, സെൻറ്റർ നേരെ ആയിരിക്കണം, വളഞ്ഞു പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. ഇനി ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് സിബിനേക്കാൾ, അതായത് സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്ന നീളത്തേക്കാൾ വലുതായിരിക്കണം. ഈ 4 ഭാഗം അതിൻ്റെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശത്ത്, ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ആ പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതായത് സ്ട്രെയിറ്റ് ലൈനായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തു. അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇതാണ് സെൻറ്റർ ലൈന് എന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നീളം വേണോ അത്ര നീളത്തിൽ സെൻറ്ററിലൊരു ലൈൻ സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകുന്നില്ല. ഇനി നമുക്കിതാ ഒരു 1/4 ഇഞ്ച് ആ ഒരു സെൻറ്റർ ലൈനിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ബാക്കോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ബോക്സ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കേട്ടോ, ബോക്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വി ആയിട്ടൊന്നും, അടിയിൽ വി ഒന്നും ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ബോക്സ് ആക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോഴേ പെർഫെക്റ്റായിട്ട് നമ്മൾ കിട്ടൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 വശത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. ആ ലൈനിലൂടെ കട്ട് ചെയ്തിട്ട് വി പോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് നോച്ചിടുന്ന അറിയാമല്ലോ, ഓരോ ഭാഗത്തും നോച്ചിടാം. എന്നിട്ട് നേരെ അത് തിരിച്ച് ഇടാം. ഇങ്ങനെ മറിച്ച് ബാക്കിലേക്ക് ആക്കി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ പെർഫെക്റ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇങ്ങനെ വച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സിബ് വെക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിബ് നമുക്ക് എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ്, സിബിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ഭാഗം വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിബിൻ്റെ മുകളിലേക്ക് വെക്കാം. നിങ്ങൾക്ക് സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതാ അവിടെ നമ്മൾ ഓൾറെഡി മടക്കി, ആ മടക്ക് വരണ്ടിയിട്ടാണ് നമ്മൾ ഒരു പീസ് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിങ്ങനെ റണ്ണർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ഈ ഒരു സിബിൻ്റെ റണ്ണർ പോകുന്ന റൂട്ടിലൂടെ ഒന്നും കയറിപ്പോകരുത്, കുറച്ച് വിട്ടിട്ടായിരിക്കണം സ്റ്റിച്ച് വരേണ്ടത്. എന്നാലേ റണ്ണർ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാതെ താഴോട്ടും മുകളിലോട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി റണ്ണർ പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ സിബ് പൊട്ടിപ്പോവുക എന്നൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരു 1/4 ഇഞ്ച് ബാക്കോട്ടായിരിക്കണം റണ്ണറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് ബാക്കോട്ടായിരിക്കണം നമ്മൾ സ്റ്റിച്ച് വരേണ്ടത്. അങ്ങനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് നമ്മൾ നേരത്തെ അടിച്ച് മറിച്ചല്ലോ, അപ്പോൾ നമ്മൾ ആ 1/4 ഇഞ്ച് നമ്മൾ ഈ സിബ് വെച്ച് നമ്മൾ അവിടെ കവറാകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വേണ്ട. ഇവിടെ ഇതെന്താ ഇത്ര തുണി പോകുന്നല്ലോ, ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഇത് കവർ ചെയ്യാനുള്ള ഭാഗം വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കവർ ചെയ്യാനുള്ള ഭാഗം വെക്കുക വേണ്ടു, വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ബൈ.